ഏത് നിമിഷം വേണമെങ്കിലും പിടിഞ്ഞു വീഴാൻ പോലൊരു പഴകിയ കെട്ടിടത്തിന് മുമ്പിൽ കിച്ചന്റെ ബൈക്ക് വന്നു നിന്നു. ഓടുമേഞ്ഞ ഒരു ചെറിയ ഒറ്റനില കെട്ടിടം. സമയം ഇപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. ജഗനും കിച്ചുവും പരസ്പരം നോക്കി. ഇവിടെ തന്നെയാണോടാ? ജഗൻ അല്പം ടെൻഷനോടെയാണ് കാര്യം തിരക്കിയത്. മോസി ഇങ്ങോട്ട് വരാനാ ലൊക്കേഷൻ ഇട്ടത്. ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. കിച്ചു പോക്കറ്റിൽ നിന്ന് തന്റെ മൊബൈൽ വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. മോസി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. സത്യയുടെ കമ്പനിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് മോസി. ഇതേസമയം കിച്ചുവിന് അല്പം ദൂരെയുള്ള ചായക്കടയിൽ നിന്ന് മോസി കണ്ടിരുന്നു. അവൻ വേഗം അവിടുന്ന് ചായയുടെ കാശും കൊടുത്തിറങ്ങി. പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ അടിച്ചതും മോസിക്ക് ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി. ജഗൻ തങ്ങൾക്കടുത്തേക്ക് വരുന്ന മോസിയെ ആ സമയം തന്നെ കണ്ടിരുന്നു. വളരെ സുന്ദരനായൊരു ചെറുപ്പക്കാരൻ. കറുത്ത നിറവും അല്പം വലിഞ്ഞ ശരീരവും നല്ല ഉയരവും ഉള്ളൊരുവൻ. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവമാണ്. കഴുത്തിലെ കുരിശുമാല അവൻ കൂടുതൽ മാറ്റിയേക്കി. കിച്ചുവും അവനെ കണ്ടു. അതോടെ ഫോൺ അവൻ ഓഫ് ചെയ്തു. അവനവർക്ക് അരികിലേക്ക് എത്തിയതും കിച്ചവൻ ജിജ്ഞാസയോടെ നോക്കി. അവന്റെ മനസ്സിലെ പിരിമുറുക്കം ആ മുഖത്ത് തന്നെ വ്യക്തമാണ്. മോസി. ആ വിളിയിൽ അവന്റെ ധൈര്യക്കുറവുണ്ടായിരുന്നു. ഒരു ചെറിയ ഹെൽത്ത് സെന്റർ. അവൻ ഒന്നുകൂടെ മുഖം ചിടിച്ചുകൊണ്ട് നോക്കി. സാറ് വാ, കാര്യങ്ങളൊന്നും ഉറപ്പായിട്ടില്ല, ഒരു സംശയം മാത്രമാണ്. അവൻ അങ്ങനെ പറഞ്ഞതും കിച്ചു നീട്ടി ശ്വാസം വിട്ടു. പെട്ടെന്ന് കിച്ചുവിന്റെ പിന്നിൽ മറ്റൊരു ബൈക്ക് വന്നു നിന്നു. ഗിരിയും അനുവായിരുന്നത്. അവരെ കണ്ടതും ജഗൻ കിച്ചുവിനൊന്ന് കടുപ്പിച്ചു നോക്കി. വെറുതെ കിച്ചേട്ടനെ നോക്കി പേടിപ്പിക്കണ്ട, ആരൊക്കെ എതിർത്താലും ഞങ്ങൾ വരും. ഗിരി അങ്ങനെ പറഞ്ഞതും ജഗൻ അവരിൽ മുഖം തിരിച്ചു. ശിവയെ മിസ്സിംഗ് ആയ ദിവസം മുതൽ എന്തിനും അവരുണ്ടായിരുന്നു കിച്ചിന്റെ കൂടെ. സമയം കളയാനില്ല, നിങ്ങൾ വാ. മോസി പറഞ്ഞതും അവർ 4 പേരും വേഗം ബൈക്കൊതുക്കി ഇറങ്ങി. അവനാണ് മുൻപേ നടന്നത്. അവന് പിന്നാലെ അവർ അന്തരീക്ഷം വീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരും നീ. അവിടെ ഒരാളെ ജോലിക്കുണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ ഉൾനാട്ടിലൊരു കൊച്ചു സെന്ററാണ്. യാതൊരു ഫെസിലിറ്റിയും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അവിടെ കണ്ട നേഴ്സ് കോച്ചിനോട് മോസി എന്തൊക്കെയോ സംസാരിച്ചു. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവർ മുമ്പേ പരിചയക്കാരാണെന്ന് കിച്ചുവിനും കൂട്ടർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, പാർവതി എന്നൊരു പെൺകുട്ടിയാണ് എപ്പോഴും വരുന്നത്. ആവശ്യമുള്ള മെഡിസിൻ വാങ്ങി അവരപ്പം തന്നെ തിരികെ പോവുകയും ചെയ്യും. നേഴ്സ് കോച്ച് പറഞ്ഞത് കേട്ട് മോസി പെരുവരിൽ കൊണ്ട് നെറ്റിയിലും ഒടിഞ്ഞു. ആ അഡ്രസ്സും തരൂ, അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ്. കിച്ചു അങ്ങനെ പറഞ്ഞതും ആ പെണ്ണ് എന്ത് വേണമെന്ന് അറിയാതൊന്ന് പതുങ്ങി. അത് കണ്ട് കിച്ചുവിൽ നിരാശ നിറഞ്ഞപ്പോൾ ജഗൻ വേഗം അവൾക്ക് അരികിലേക്ക് ചെന്നു. ചുറ്റും ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് അവൻ അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. ഇനി പറ, അഡ്രസ് തരാൻ സാധിക്കില്ലേ? കൗശലക്കാരനായ ബിസിനസ്മാനായ ജഗന് മറ്റുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. പണം കണ്ടതും അവളുടെ മുഖം വിട്ടിരുന്നു. കിച്ചു വായം പൊളിച്ച് അവളെ നോക്കിപ്പോയി. വെറുതെ ഇത്രയും നേരം വായിട്ടടച്ച തങ്ങളൊക്കെ ആരായെന്നൊരു ഭാവമായിരുന്നു ആ സമയം അവനില്ലേ. ഇവിടെ വേറെ ആരുമില്ലേ? ചുറ്റും നോക്കിക്കൊണ്ട് ഗിരി ചോദിച്ചു. ഇല്ല, ഇത് ചെറിയൊരു ഹെൽത്ത് സെന്ററാണ്. ഇവിടെ ഒരാൾക്കേ ഉണ്ടാകും. പിന്നെ വാക്സിനേഷൻ ദിവസങ്ങളിൽ മാത്രം ഡോക്ടറും 2 നേഴ്സും കൂടി വരും. അഡ്രസ് ബുക്കിൽ നിന്നും അവർക്ക് വേണ്ടത് തപ്പിയെടുക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. തെരച്ചിലിനൊടുവിൽ അഡ്രസ്സ് അവൾ കണ്ടെത്തി. കിച്ചുവിന്റെ മുഖം ടെൻഷനും കൊണ്ട് ചുവന്നു പോയി. ആ കിട്ടി സർ. അവളിൽ അല്പം ആവേശം നിറഞ്ഞു. കിച്ചു തട്ടിപ്പറിക്കും പോലെ അത് വാങ്ങി നോക്കി. ഇത് നമ്മുടെ നാട്ടിലെ അഡ്രസ്സാണല്ലോ, പാർവതി അയ്യർ. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. കിച്ചു ചിന്താഭാരത്തോടെ തലമുടിയിൽ വെള്ളിക്കടത്തി കോരുത്തു വലിച്ചു. മോസി അവന്റെ തോളിൽ കൈവച്ചു. അതെ, ഈ കുട്ടിയാണ് ആള്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇവളിയാണ്. മോസി പറഞ്ഞത് കേട്ട് കിച്ചുവിൽ ദേഷ്യമാണ് നിറഞ്ഞത്. ഇതുവരെ നീ ഇവളെ അന്വേഷിച്ചില്ലേ? പിന്നെ നിനക്ക് എന്താ പണി? അവന്റെ നിരാശ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അന്വേഷിച്ചു, പക്ഷേ അവിടെ പഴയ അഡ്രസ്സിൽ ഇപ്പോൾ അവർ താമസമില്ല. നമുക്ക് വേണ്ടത് അവിടെ പുതിയ അഡ്രസ്സാണ്. ഒരു കാര്യം മാത്രം അറിഞ്ഞു, പാർവതി ആ കുട്ടി ഇപ്പോൾ എവിടെയാണോ അവിടെയാണ് നമ്മൾ തിരിയുന്ന ആളുള്ളത്. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിച്ച ആളാകണമെന്ന് ഉറപ്പൊന്നുമില്ല. സാഹചര്യങ്ങൾ കൂട്ടി വായിച്ച ഒരു ഹോപ്പ്, അതിലേ ഉള്ളൂ. മോസി അങ്ങനെ പറഞ്ഞും കിച്ചന്റെ ഉള്ളം തീ കൂട്ടിയിട്ടതുപോലെ നേടി. മറ്റുള്ളവരുടെ അവസ്ഥയും സമാനമായിരുന്നു. എന്നാൽ ഈ സമയമെല്ലാം ജഗന്റെ മിഴികൾ ആ നേഴ്സ് കോച്ചിൽ തന്നെ തറഞ്ഞു നിന്നു. അവൾക്ക് പാർവതിയെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന് തന്നെ അവളുടെ നിൽപ്പിന്റെ ഭാവങ്ങളിലും അവന് മനസ്സിലായി. കൊച്ചേ, നിനക്ക് എല്ലാം അറിയാൻ നിനക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മാറ്റൊരു രൂപം നീ കാണും. ജഗന്റെ കണ്ണിലെ ദേഷ്യം കണ്ട് അവളൊന്ന് വിരണ്ടുപോയി. സത്യത്തിൽ പണം കണ്ടപ്പോൾ അഡ്രസ്സല്ലേ എന്ന് കരുതിയാണ് അവളത് കൈമാറിയത്. അതും പാർവതിയുടെ പഴയ അഡ്രസ്സാണ് അവൾ അവർക്ക് കൊടുത്തത്. എനിക്കിങ്ങനെ അറിയാനാ? അവൾ ആകെ വിയർത്തു. അവളുടെ മുഖത്തെ പകർച്ച തന്നെ അവളിലെ കള്ളിയെ അവർക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തു. ഗിരിയും മനുവും അവളെ രൂക്ഷമായി നോക്കി. എന്നാൽ ജഗൻ അവളുടെ തിരുനെറ്റിയിൽ തന്റെ കൈവശമുണ്ടായിരുന്ന പിസ്റ്റൾ എടുത്ത് അമർത്തി. അതോടെ അവൾ ആകെ വിറച്ചു നിന്നുപോയി. ഒടുവിൽ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അവൾ തനിക്കറിയാവുന്ന സത്യങ്ങളൊക്കെ അവരോട് തുറന്നു പറഞ്ഞു.
സത്യ ഇപ്പോൾ ശാന്തനാണ്. അവന് വേണ്ടി ഗുരുജി ചികിത്സാ മുറകൾ തുടങ്ങി. സഹകരിക്കാതിരുന്ന സത്യയെ ശിവാനിയുടെ പേര് പറഞ്ഞാണ് അവർ അനുസരിപ്പിച്ചത്. അവളെ കണ്ടെത്തണമെങ്കിൽ താൻ പൂർണ്ണ ആരോഗ്യവാനാകണമെന്ന് അവന് തന്നെ സ്വയം തോന്നിപ്പിക്കും വിധം കൗൺസിലിംഗ് ആണ് അവരവന് കൊടുത്തത്. ഇപ്പോൾ സത്യ മനസ്സിന്റെ പാവക്കളികൾ ഉന്മൂലനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പുതിയൊരു സത്യദേവാകാൻ അവനവർ പ്രാപ്തരാക്കുമ്പോൾ ഗുരുജിക്ക് ഉറപ്പായിരുന്നു അവനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ തങ്ങൾക്കാകില്ലെന്ന്. മോസിയുടെ കാറിലാണ് ഇപ്പോൾ യാത്ര. ജഗനും കിച്ചുവും ഗിരിയും അനുവും മൗനത്തിലാണ്. ഗിരിക്കും അനുവിനും തങ്ങളുടെ പ്രിയപ്പെട്ടവളോട് ഹൃദയം വിങ്ങിപ്പോയി. പൊട്ടിവന്ന സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി അവരിയ്ക്കുന്നത്. വന്ന വഴി തന്നെ അവർ തിരികെ പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് റോഡെത്തിയതും മോസി ആ വഴിക്ക് വണ്ടി തിരിച്ചു. കുറച്ചു ദൂരം മുൻപോട്ട് പോയതും ഒരു ചെറിയ അഗ്രഹാരം അവിടെ മുമ്പിൽ വെളിവായി. അധികം ബുദ്ധിമുട്ടാതെ തന്നെ 18-ാം നമ്പർ വീട്ടിൽ അവരുടെ വാഹനം വന്നു നിന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയതും എല്ലാവരിലും ആശ്വാസത്തിന് പകരം നിറഞ്ഞു നിന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ഹൃദയഭാരമായിരുന്നു. മോസിയാണ് ആദ്യം ഇറങ്ങിയത്. അവന് പിന്നാലെ മറ്റുള്ളവരും. ആ കൊച്ചു വീട്ടിൽ മരവിച്ച ഹൃദയത്തോട് അവർ പ്രവേശിച്ചു. മുറ്റത്ത് കെട്ടിവെച്ചിരിക്കുന്ന മണിയുടെ ചരടെ പിടിച്ച് മോസി ആഞ്ഞ് 2 വട്ടം വലിച്ചു. അകത്തിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നത് മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ അവരും കണ്ടു. മഞ്ഞക്കളർ ദാവണിയെടുത്ത് വെളുത്ത നിറവും എടുപ്പിന് താഴെ മുടിയുമൊക്കെയായി ഒരു പട്ടത്തെ സുന്ദരി. അവളുടെ അഴകിൽ ആരൊന്ന് മയങ്ങിപ്പോകും. പാർവതി. കിച്ചു അമ്പരപ്പോട് ആ പേര് പറഞ്ഞതും എല്ലാവരും അവനൊന്ന് നോക്കി. അവൻ്റെ നിൽപ്പിൽ നിന്ന് തന്നെ അവൻ ആ പെൺകുട്ടിയെ മുൻപരിചയമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. പാർവതിയും അവനെ കണ്ട് പെട്ടെന്ന് പകച്ചെങ്കിലും വേഗം തന്നെ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ബഹുമാനം നിറഞ്ഞു. സാർ നീങ്ക ഇங்கே എന്നെ നമ്പേ മുടിയല്ലേ? അവൾ അത്ഭുതം കൂറുന്ന മിഴികളോട് ചോദിച്ചു. കിച്ചവളെ പറ്റി ഓർത്തു. പണ്ട് പാർത്തന്റെ കണ്ടെയ്നറിൽ നിന്നും തങ്ങൾ രക്ഷിച്ച പെൺകുട്ടികളിൽ ഒരുവളായിരുന്നു പാർവതി. വിവാഹം ഉറപ്പിച്ചതിനാൽ തന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച മുറച്ചെറുക്കൻ തന്നെ അവളെ വിറ്റു. അതിന് ഷോക്കിൽ മാനസികമായാകെ തകർന്ന പാർവതിയെ സത്യയുടെ ട്രസ്റ്റിലാണ് നിർത്തിയത്. അവളുടെ അച്ഛൻ അയ്യർ അവളെ തേടി ഒരുപാട് അലഞ്ഞു. ഒടുവിൽ സത്യയാണ് ശത്രുവെന്ന് തെറ്റിദ്ധരിച്ച് അവനൊന്ന് കാണാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അയ്യരുടെ ആ നിസ്സഹായത ഇന്നും തന്റെ കൺമുമ്പിൽ അതുപോലെ നിൽക്കുന്നത് പോലെ അവന് തോന്നി. ഒടുവിൽ സത്യ തന്നെയാണ് പാർവതി അയാൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടത്. അന്ന് അയാൾക്കൊരു നന്ദി വാക്ക് പറയാനുള്ള അവസരം പോലും അവൻ കൊടുത്തില്ല. കാരണം അതിനു മുമ്പേ പല കടുത്ത വാക്കുകൾ കൊണ്ടും അവന്റെ മനസ്സിനെ അയ്യർ വേദനിപ്പിച്ചിരുന്നു. സാർ അകത്തേക്ക് വരൂ. പാർവതി വിളിച്ചതും അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അയ്യരവിടെ ഇല്ലായിരുന്നു. അയാൾ അടുത്തൊരു ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നത്. പാർവതിയുടെ ഒറ്റയ്ക്കുള്ളൂ. സംസാരത്തിന് തുടക്കം കുറിക്കാനായി മോസിയാണത് ചോദിച്ചത്. പെട്ടെന്ന് പാർവതിയിലൂടെ പളം നിറഞ്ഞു പോകുന്നത് എല്ലാവരും സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. കിച്ചുവിനോട് നുണ പറയാൻ അവൾക്ക് മടി തോന്നി. അല്ല, എൻ്റെ സഹോദരി കൂടി ഉണ്ട്. അവൾ അല്പം ആശങ്കയോടെ പറഞ്ഞു. പാർവതി ഒറ്റ മകളാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. കിച്ചു ഒരു ഈണത്തിൽ പറഞ്ഞതും അവളിലാകെ പരിഭ്രമം നിറഞ്ഞു. സാർ സത്യം പറയൂ, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങളുടെ ഉദ്ദേശം ആ പെൺകുട്ടിയാണെങ്കിൽ വേണ്ട സാർ. സത്യ സാറാണോ അതിൻ്റെ ശത്രു? പേടിയും വെപ്രാളവും അവളെ പൊതിഞ്ഞു. എന്നാൽ അവളുടെ വാക്കുകളിൽ നിന്നും അവർക്കൊരു കാര്യം ഉറപ്പായി. ശിവാനി ആരോ അപകടപ്പെടുത്തിയിരുന്നത്. അത് സത്യമാണെന്ന സംശയത്തിലാണ് ഇപ്പോൾ പാർവതി തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. പാർവതി, തനിക്ക് മുമ്പുള്ള പെൺകുട്ടി അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളോന്ന് ആദ്യം ഉറപ്പ് വരുത്തിട്ട്. പിന്നെ പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളെ തേടിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് പ്ലീസ് താൻ ഞങ്ങളോട് സഹകരിക്കണം. ഉറപ്പോടെ അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ അല്പം മായത്തിൽ കാര്യം പറഞ്ഞതും അവൾക്കുള്ളിൽ അല്പം ആശ്വാസം തോന്നി. നിങ്ങൾ എൻ്റെ ദൈവമാണ്. എന്നെ ചെകുത്താന്മാരിൽ നിന്ന് രക്ഷിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാറിനെയും സത്യസാറിനെയും എനിക്ക് വിശ്വാസം. എൻ്റെ കൂടെ വരും. അവൾ വിളിച്ചതും ഉയർന്നു മേടിക്കുന്ന ഹൃദയത്തോടെ അവരവൾക്കൊപ്പം നടന്നു. അകത്തളത്തെ ചെറിയൊരു മുറിയിലേക്കാണ് അവരവളെ കൂട്ടിക്കൊണ്ടുപോയത്. തുറന്നു കിടക്കുന്ന ആ മുറിയിലേക്ക് അവർ പ്രവേശിച്ചതും കൺമുമ്പിലെ കാഴ്ച കണ്ട് ശ്വാസം വിടാൻ പോലും മറന്ന് തറഞ്ഞു നിന്നു പോയവർ. മനം മടുപ്പിക്കുന്ന ഗന്ധമാണ് ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ചെറിയ കട്ടിലേക്ക് കിടക്കുന്ന മെലിഞ്ഞു ശേഷിച്ച ആ രൂപം ശിവാനിയാണെന്ന് തിരിച്ചറിയാൻ തന്നെ അവർ ഏറെ നേരം എടുത്തു പോയി. ഹൃദയം തകർന്ന നിലത്തേക്ക് വീണുപോയി കിച്ചു. ഇഴ നിലവിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ അനുശ്വാസം പോലും വിടാൻ മറന്ന് തറഞ്ഞങ്ങനെ നിന്നുപോയി. ജഗനും അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഉള്ള നീറിയെങ്കിലും അവൻ വീണു പോകാതെ പിടിച്ചു നിന്നു. മോസിക്ക് ഇത്രയും നാളും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് തങ്ങൾ തേടിയലഞ്ഞവളെ കണ്ടെത്തിയതിൽ ഒരേ സമയം ആശ്വാസവും സന്തോഷവും തോന്നി. കണ്ണുകൾ തുറന്നു കിടക്കുവാണ് ശിവാനി. എല്ലുകളെ കുന്തി ആകെ ഒരു അസ്ഥികൂടം പോലെ കിടക്കുന്നവളെ കണ്ട് ആർക്കും സഹിക്കാനായില്ല. അവിടേക്ക് കരച്ചിൽ കണ്ടപ്പോൾ തന്നെ പാർവതിക്ക് എളുപ്പം ആശ്വാസമായി. അവർക്ക് വേണ്ടപ്പെട്ട ആരോ ഒരുവളാണ് ഇതെന്ന് പാർവതിക്ക് തോന്നി. ശത്രുവല്ലെന്ന് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് ആശ്വാസം തോന്നി. ആ കിടക്കുന്ന പെൺകുട്ടിയെ അവളൊന്ന് നോക്കി. ഊരോ പേരോ ഒന്നും അറിയില്ല. മരണം കണ്ട അനാഥയായി കൂപ്പത്തോട്ടിയിൽ കിടന്നവളെ കണ്ട് ആദ്യം പകച്ചെങ്കിലും പോലീസിൽ അറിയിക്കാൻ തോന്നിയില്ല.
അപ്പാവോട് പറഞ്ഞപ്പോൾ ആ രൂപം കണ്ട അയാളുടെ മനസ്സറിഞ്ഞുപോയി. അവളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അവരെത്തിച്ചത്. ഐസിയുവിൽ മരണത്തെ മുൻപിൽ കണ്ട ഒരു പെൺകുട്ടി കിടന്നത് 6 മാസങ്ങളാണ്. അവിടെയും അവളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് ചിലർ വന്നതും അയ്യരും പാർവതിയും ആകെ പേടിച്ചു പോയി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ പെൺകുട്ടിക്ക് സംഭവിച്ചത് വെറും ഒരു അപകടമല്ലെന്നും കൊല്ലാൻ വേണ്ടി തന്നെ ആരോ കരുതിക്കൂട്ടി ഉപദ്രവിച്ചാണെന്നും മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചതാവാനാണ് കൂടുതൽ സാധ്യതയെന്നും അവർക്ക് മനസ്സിലായി. അതോടെ പോലീസിന്റെ സഹായം തേടാൻ പോലും ഭയന്നുകൊണ്ട് അവരവളെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പുറം ലോകം അറിയാതെ ഷിബയെ അവർ സംരക്ഷിച്ചത്. ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ പ്രശാന്ത്, പിന്നെ സിസ്റ്റർ മെറീന, ഇവർക്ക് മാത്രം സത്യം അറിയാം. അതുകൊണ്ട് രഹസ്യമായാണ് അവരും ശിവാനിയെ വീട്ടിൽ ചികിത്സിക്കുന്നത്. അവൾക്ക് വേണ്ട മെഡിസിനൊക്കെ അവർ സെന്ററിൽ ഏൽപ്പിക്കും. പാർവതിയാണ് അവിടെ ചെന്നത് വാങ്ങാറ്. അതുകൊണ്ടാണ് അവളെക്കുറിച്ച് അവർ പുറത്താരോടും പറയാത്തത്. ആരെങ്കിലും വന്ന് ആ പെണ്ണിനെ വീണ്ടും അപകടപ്പെടുത്താൻ ശ്രമിച്ചാലോ എന്ന് ഭയന്നു. കിച്ചുവിന്റെ കരച്ചിലാണ് അവൾ ഓർമ്മകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. അവളുടെ ആ കിടപ്പ് കണ്ട് ജഗൻ ഓർത്തതായിരുന്നു, സത്യദേവ് ഇതെങ്ങനെ സഹിക്കും? ഇത് ചെയ്തവരോട് പൊറുക്കില്ല സൈക്കോ. അവന്റെ പ്രാണിയാ അവർ ഈ വിധമാക്കിയിരിക്കുന്നത്. ആ ശരീരത്തിൽ ഒരിറ്റ് ജീവൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായി. അവളെ ഓർത്ത് അയാളുടെ ഹൃദയം ഒന്ന് തേങ്ങിപ്പോയി.